ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 5-ാം സ്കന്ധം 25-ാം അധ്യായം. ശേഷസംസ്ഥിതി. ശ്രീശുകൻ പറഞ്ഞു, പാതാളത്തിൻ്റെ മൂലദേശത്തിൽ 30,000 യോജന ദൂരെ ഭഗവാന്റെ തമപ്രധാനമൂർത്തി എന്ന പ്രഖ്യാതനായ അനന്തൻ വസിക്കുന്നു. ദ്രഷ്ടദൃശ്യങ്ങളുടെ സംഘർഷണമായ ഞാൻ എന്ന അഭിമാനം ആരുടെ ലക്ഷണമാണോ ആ അനന്തനെ സാത്വതീയന്മാർ, സാത്വതതന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ചതുർവ്യൂഹോപാസനയെ ചെയ്യുന്നവർ സംഘർഷണൻ എന്ന് പറഞ്ഞു വരുന്നു. ദ്രഷ്ടാവിനെയും അതായത് പരമാത്മാവിനെയും ദൃശ്യത്തെയും അതായത് പ്രപഞ്ചത്തെയും സത്യമാകും വണ്ണം കർഷണം ചെയ്യുന്നു, അതായത് ഏകീകരിക്കുന്നു എന്ന അർത്ഥത്തിൽ സംഘർഷണൻ എന്ന് അനന്തന് പേരുണ്ടായി എന്ന് താൽപ്പര്യം. ഹരേ, സഹസ്രശീർഷനായ ആരുടെ 1000 ശിരസ്സുകളിൽ ഒന്നിൽ ധരിച്ച് ഇയങ്ങുന്ന ഈ ക്ഷിതിമണ്ഡലം ഒരു കടുകിൻമണി പോലെ മാത്രം കാണപ്പെടുന്നുവോ? ഈ ലോകത്തെ കാലം വന്നപ്പോൾ സംഹരിക്കാൻ ഇച്ഛിച്ചിറങ്ങവേ ക്രോധകുടിലങ്ങളും തുടിക്കുന്നവയുമായ ആരുടെ ഭ്രുകുടികളുടെ മധ്യത്തിൽ നിന്ന് ത്രിശിഖവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 11ആയി വിഭജിക്കപ്പെട്ട രൂപവിശേഷത്തോടുകൂടി സംഘർഷണാഖ്യനും ത്രയംബകനുമായി ശ്രീരുദ്രൻ പിറന്നുവോ? ആരുടെ കഴൽത്താരിലെ ചോപ്പാളുന്ന സ്വച്ഛനഖങ്ങളാകുന്ന രത്നക്കണ്ണാടികളിൽ മഹാനാഗാധിനായകർ ഭക്തോത്തമന്മാരുമൊത്ത് ഏകാഗ്രഭക്തി പുരസ്സരം വന്നു കുമ്പിട്ടു നിൽക്കെ കാന്തി ചോരുന്ന മാണിക്യകുണ്ടല ഛവിയാൽ വെട്ടിത്തിളങ്ങുന്ന കവിൾക്കൂമ്പുകളൊത്ത തങ്ങളുടെ മുഖമണ്ഡലങ്ങളെ കണ്ട് പരമസന്തുഷ്ടരായിത്തീരുന്നുവോ? ആരുടെ അനുഗ്രഹത്തെ കാക്ഷിച്ചുകൊണ്ട് ആ സുന്ദരവും കുണ്ടലാകാരവുമായ ദേഹത്തിൽ വിളങ്ങുന്ന ധവള സുഭഗങ്ങളായ ഭുജദണ്ഡങ്ങളാകുന്ന വെള്ളിത്തൂണുകളിൽ അകിലും ചന്ദനവും കുങ്കുമകേസരവും കൂട്ടി അരച്ചുണ്ടാക്കിയ കുറിക്കൂട്ട് നാഗരാജകുമാരികൾ പൂശിക്കൊടുക്കുകയും ആ സ്പർശസുഖത്താൽ അവരുടെ ചിത്തം മന്മഥ വികാര തരളിതമാവുകയും ചെയ്യുന്നുവോ? തങ്ങളുടെ പേരിൽ ഉദിച്ച അനുരാഗമതവും കരുണയും സന്തോഷവും സഹജമായ മതവും കൊണ്ട് കലങ്ങിമറിഞ്ഞ അപാംഗവീക്ഷണങ്ങളോടുകൂടിയ ആരുടെ വദനാരവിന്ദത്തെ അവർ ലജ്ജാവിവശകളായി ആലോകനം ചെയ്യുന്നുവോ? അനന്തഗുണങ്ങളുടെ മഹാർണവവും ആദിദേവനുമായ ആ ഭഗവാൻ അനന്തമൂർത്തി സ്വതസിദ്ധമായ തൻ്റെ അമർഷരോഷവേഗത്തെ അടക്കിപ്പിടിച്ച് ലോകമംഗളവിധാനാർത്ഥം ആ പാതാളമൂലത്തിൽ വാഴുന്നു. ഹരേ, നിരന്തരമതത്താൽ സന്തോഷം സ്ഫുരിക്കും വിധം വികാരവിഹുലങ്ങളായ ലോചനങ്ങളെ പൂണ്ടവനും സുന്ദരമധുരമായ മുഖാമൃതത്താൽ സ്വപാർഷദന്മാരെയും ദേവസംഘാധിപന്മാരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവനും നീലവസ്ത്രധാരിയും ഏകകുണ്ടലധരനും ഉദാരലീനനുമായ ആ ഭഗവാൻ അനന്തൻ സ്വായുധമായ ഹലത്തിൻ്റെ തലപ്പിൽ സുഭഗവും മനോഹരവുമായ തൻ്റെ ഒരു കൈ ചേർത്ത് വച്ചുകൊണ്ട് ഇളം ചുകപ്പാർന്ന വാടാത്ത പുത്തൻ തുളസിച്ചെണ്ടുകളിൽ നിന്നും നിർഗളിക്കുന്ന പരിമളവും മകരന്തവും കൊണ്ട് മതോദ്ഭ്രാന്തങ്ങളായ വണ്ടിണ്ടകളുടെ മധുര ഝങ്കാരശ്രീയെ ആവഹിക്കുന്ന വൈജയന്തി എന്ന സ്വന്തം വനമാലയെ ഇന്ദ്രൻ്റെ ഐരാവതമെന്ന ഗജശ്രേഷ്ഠൻ കാഞ്ചനാശൃംഖലയെ എന്ന പോലെ തിരുമാറിൽ ധരിച്ചുകൊണ്ടും സുരാസുരന്മാരാലും മുരഗങ്ങളാലും സിദ്ധഗന്ധർവ വിദ്യാധരന്മാരാലും മുനിഗണങ്ങളാലും നിത്യവും ധ്യായമാനനായി അവിടെ പ്രശോഭിച്ച് അരുളുന്നു. ഹരേ, ഭഗവാൻ അനന്തൻ്റെ ഏതാദൃശ രൂപത്തെയും മഹാത്മ്യത്തെയും ആര് നിരന്തരം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുവോ, അനാദികാലം മുതൽക്കേ കർമ്മവാസനകളാൽ ഗ്രഥിതവും അജ്ഞാനമയവും സത്വരജസ്തമോമയവുമായ ആ മുമുക്ഷുക്കളുടെ അന്തർഹൃദയത്തിൽ ഭഗവാൻ കടന്നുചെന്ന് അവരുടെ ഹൃദയഗ്രന്ഥികളെ പെട്ടെന്ന് അറുത്തുകളയുന്നതായിരിക്കും. താദൃശ അനുഭവത്തോടുകൂടിയ ആ ഭഗവാന്റെ വൈഭവങ്ങളെ ബ്രഹ്മപുത്രനായ ഭഗവാൻ നാരദൻ തുമ്പുരുവോടൊപ്പം ബ്രഹ്മസദസ്സിൽ വെച്ച് ഇങ്ങനെ കീർത്തിക്കുന്നു. ഉൽപ്പത്തിസ്ഥിതിലയകൃത്യം ആർഗനിഞ്ഞ സത്വാദിപ്രകൃതി ഗുണങ്ങൾ ചെയ്വു നിത്യം ആർതൻ ചിദ്ഘനമലം വപുസുതാനീ വിശ്വം തന്മഹിമകളാർക്കു വാഴ്ത്തുവാനാം. ഈയുള്ളോരൊടു കനിവേറെയാർന്നു പൂണ്ടാൻ അസച്ചിന്മയനിഹ ശുദ്ധ സത്വരൂപം. ഈ മായക്കളി
മൃഗരാട്ട് കൂട്ടുകാരെ പ്രീണിപ്പിപ്പതിനു പഠിച്ചതായി വരാമോ. ആർതൻ പേർ വെറുതെയൊരാർത്തനോ തമാശയ്ക്കെന്നാലും പതിതനൊരുത്തനോ കഥിക്കിൽ. പാപം പോയിടുമുടൻ അമ്മഹാനെ വിട്ടാർന്നണ്ണീടും പരനെ മുമുക്ഷുവെങ്കിൽ മഞ്ഞിൽ. ഭൂഗോളം മലനദി ആഴി ജീവജാലത്തോടൊപ്പം തലയിലെടുത്ത് അണുപ്രമാണം കൂസാതുള്ളവനുടെ ഭൂരിവിക്രമത്തെ ചൊല്ലാൻ ഇങ്ങരുത് സഹസ്രജിഹ്വയാലും. അമേയ വീര്യോരു ഗുണപ്രവാഹമീ മട്ടെഴും ശ്രീഭഗവാൻ അനന്തൻ. അയത്നമി ഭൂമി രസാതലം വാണേവം സ്വതന്ത്രം തലയേറ്റി വാഴൂ. സകാമന്മാരായി ശാസ്ത്രവിധിപ്രകാരമുള്ള കർമ്മങ്ങളെ അനുഷ്ഠിച്ചവർ ചെന്നണയുന്ന സ്ഥാനവിശേഷങ്ങൾ ഇത്ര മാത്രമേ ഈ ലോകത്തിലുള്ളൂ. ഈ ലോകങ്ങളെക്കുറിച്ച് ഗുരുമുഖത്തിൽ നിന്നും ഞാൻ ഗ്രഹിച്ചതനുസരിച്ച് അങ്ങയോട് വർണ്ണിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹേ രാജൻ, ജനനമരണകാരണമായ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നതിൻ്റെ ഫലമായി പുമാന്മാർക്ക് സിദ്ധിക്കുന്ന ഉത്കൃഷ്ടങ്ങളും പരസ്പര സാദൃശ്യമില്ലാത്തവയുമായ വിവിധ ഗതികൾ ഇത്രമാത്രമാണ് എന്ന് അങ്ങയുടെ ചോദ്യത്തിനുത്തരമായി ഞാൻ വിവരിച്ചിരിക്കുന്നു. ഇനി എന്താണ് അങ്ങയ്ക്ക് അറിയേണ്ടതായുള്ളത്? ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 25-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഹരേ നാരായണ. ഹരേ ഗുരുവായൂരപ്പ ശരണം.